വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഈ പക്ഷികൾ ചതിലിൻ്റെ കാര്യം പറഞ്ഞു. ആ ചതിലെന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് ഉണ്ടാവില്ല. ചില മരത്തിലൊക്കെ ചുറ്റിക്കയറി വലിയ ചതൽപ്പുറ്റായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞെങ്ങനെയാണ്, ലേക്കിൻ ഐസേ ഹി കുച്ച് ഹി പേട് ഹോത്തെ ഔർ വേ സബ് ഏക്ക് ജഗഹ് ന മിൽത്ത. അപ്രകാരമുള്ള കുറച്ച് മരങ്ങളെ ഉള്ളൂ. ചതൽപ്പുറ്റായി നിൽക്കുന്ന മരങ്ങൾ വളരെ കുറച്ചാവുള്ളൂ. മാത്രമല്ല അവ എല്ലാം ഒരു സ്ഥലത്ത് കാണില്ല. അതാ പറഞ്ഞത് ലാസ്റ്റ്. ഇനി നോക്കൂ, നൗജവാൻ പക്ഷി കോ ലഗ യഹ് ബഹുത് ബഡി സുവിധ ഹൈ കി ഏക് ആദ്മി ദീമകോം കോ ബോരോമേം ബർക്കർ ബേച്ച് രഹാ ഹെ. അപ്പോൾ നൗജവാൻ പക്ഷിക്കോ ലഗ, ചെറുപ്പക്കാരനായ പക്ഷിക്ക് ലഗ തോന്നി. എന്ത് തോന്നി? യഹ് ബഹുത്ത് ബഡി സുവിധ ഹെ, ഇത് വളരെയധികം സൗകര്യമാണ്. എന്ത് കി എന്തെന്നാൽ ഏകാത്മി ഒരാൾ, ഒരു മനുഷ്യൻ ദീമഗോംകോ ചെതലുകളെ ബോരോമേം ബർക്കർ ചാക്കിൽ നിറച്ചിട്ട് ബേച്ച് രഹാഹെ വിൽക്കുകയാണ്. ഒരാളിങ്ങനെ ഇഷ്ടപ്പെട്ട, അതായത് പക്ഷികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്കൊരു ഇതുപോലെ ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ അതുപോലുള്ള അൽഫാം പോലുള്ള സംഭവമൊക്കെയാണ് പക്ഷികളെ സംബന്ധിച്ച് പുഴുക്കൾ അല്ലെങ്കിൽ ചെതലെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചെതലുകളെ ഒട്ടും കഷ്ടപ്പെടാണ്ട് ഒരു വായുവിൽ നല്ലോണം ചിറകിട്ടടിച്ച് കുറേ പോയാൽ ചെറിയ പ്രാണി കിട്ടുക, ഇതൊരു പ്രയാസമില്ല. ഒട്ടും അധ്വാനിക്കാതെ ഒരാൾ ഈ ചെതലുകളെ ചാക്കിൽ നിറച്ച് വിൽക്കുകയാണ്. ഇത് വളരെ സൗകര്യമായിട്ട് ആർക്ക് തോന്നി? നമ്മുടെ നൗജവാൻ പക്ഷിക്കോ ലഗ, ചെറുപ്പക്കാരനായ പക്ഷിക്ക് തോന്നി. ഓക്കെ, നോക്കൂ, നൗജവാൻ പക്ഷിക്കോ ലഗ യഹ് ബഹുത്ത് ബഡി സുവിധ എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റി, സൗകര്യം. ഏക് ആദ്മി ദീമകോം കോ ബോരോമേ ബർക്കർ ബേച്ച് രഹാ ഹെ. വഹ് അപ്നി ഊഞ്ചായിയോം ചോड़कर मंडराता हुआ नीचे उतरता है और पेड़ की एक डाल पर बैठ जाता है. വഹ് അവൻ അപ്പനി തൻ്റെ ഊഞ്ചായിയാം ഉയരങ്ങൾ, ഊഞ്ചായാം ഹൈറ്റ്, അവൻ തൻ്റെ ഉയരങ്ങൾ ചോടുക്കർ ഉപേക്ഷിച്ചിട്ട്, അഥവാ ഉയരങ്ങളിലേക്കൊന്നും പോവാണ്ട്, മണ്ടരാത്ത ഹുവ ചുറ്റിക്കറങ്ങിക്കൊണ്ട് നീച്ചെ ഉതർത്താഹെ അവർ താഴേക്ക് ഇറങ്ങുകയും, നീച്ചെ താഴേക്ക്, ഉതർത്ത ഇറങ്ങുക, താഴേക്ക് ഇറങ്ങുകയും, പേടുക്കി ഏക്ക് ഡാൽ പർ മരത്തിൻ്റെ ഒരു ബ്രാഞ്ച്, ഒരു കൊമ്പിന്മേൽ, ഒരു ശിഖരത്തിൽ, ഡാൽ എന്ന് പറഞ്ഞാൽ ശിഖരം അല്ലെങ്കിൽ കൊമ്പ്, ബൈറ്റ് ജാത്ത ഇരുന്നു. അവൻ അധികം ഉയരത്തിലേക്കൊന്നും പറക്കാണ്ട്, എന്തിനാ ഉയരത്തിൽ പോണ്, ഭക്ഷണം താഴെ കിട്ടണം. അവൻ ചുറ്റിക്കറങ്ങി താഴേക്ക് എത്തിയിട്ട് ഒരു മരത്തിൻ്റെ ശിഖരത്തിൽ വന്നിരുന്നു. ഓക്കെ, दोनों का सौदा तय हो जाता है. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है, लेकिन उसे वह बर्दाश्त कर लेता है. मुख में बड़े स्वाद के साथ दो दीमकें दबाकर वह पक्षी फुर से उड़ जाता है. दोनों का सौदा തൈ ഹോ ജാത്താ ഹെ. ദോനോം ക രണ്ടു പേരുടെയും, സൗദ കച്ചവടം, ഇടപാട് എന്നൊക്കെ പറയും, തൈ ഹോ ജാത്ത തീരുമാനിക്കപ്പെട്ടു. അതായത് ഇവിടെ ഒരു കച്ചവടം വാങ്ങലും കൊടുക്കലും തീരുമാനിക്കുകയാണ്. ആരൊക്കെ തമ്മിൽ? പക്ഷി ഔർ ഗാഡിവാല, നമ്മുടെ നൗജവാൻ പക്ഷിയും ഈ വണ്ടിക്കാരനും തമ്മിൽ. നമ്മുടെ പക്ഷിയുടെ കയ്യിൽ എന്തുണ്ട്? പങ്ക്, തൂവലുണ്ട്. വണ്ടിക്കാരൻ്റെ കയ്യിൽ എന്തുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്? ദീമകുണ്ട്. അപ്പോൾ രണ്ടു പേർക്കുമിടയിൽ ഒരു കച്ചവടം തീരുമാനിക്കപ്പെടുകയാണ്. അപ്പനി ചോംച് സെ ഏക്ക് പർക്കോ ഖീഞ്ച്, അപ്പനി ചോംച് തൻ്റെ കൊക്ക്, പക്ഷിയുടെ കൊക്കുണ്ടല്ലോ, ചോംചന കൊക്ക്, തൻ്റെ കൊക്ക് കൊണ്ട് ഏക്ക് പർ ഒരു തൂവല്, ഖീഞ്ച് കർ പൊട്ടിച്ചിട്ട്, തൻ്റെ കൊക്ക് കൊണ്ട്
ഒരു തൂവൽ പൊട്ടിച്ചിട്ട് ഉസെ തക്ലീഫ് ഹോത്തി, അവനെ പൊട്ടിക്കുന്നതിന് ഉസെ അവന് തക്ലീഫ് ഹോത്തി വിഷമുണ്ടവന്, തൻ്റെ കൊക്കുകൊണ്ട് ഒരു തൂവൽ പൊട്ടിക്കുന്നതിന് അവന് വളരെയധികം വിഷമമുണ്ട്. ലേക്കിൻ ഉസെ വഹ് ബർദാഷത്ത് കർലേത്ത, എന്നാൽ അവന് അത് ബർദാഷത്ത് സഹിച്ചു, ബർദാഷ് സഹിച്ചു. അതായത് സംഗതി കുറച്ച് വിഷമമുണ്ടെങ്കിലും അത് കൊടുത്താൽ 2 ദീമക്ക് ചതിൽ കിട്ടുകയാണല്ലോ. അപ്പോൾ അവൻ ലേക്കിൻ ഉസേ വഹ് ബർദാഷത്ത് കർലേത്ത, എന്നാൽ അവൻ അത് സഹിച്ചു. കിട്ടുന്ന 2 ചതിലുകൾ ആ സംഭവമാണ്. മുഹ് മേം ബഡെ സ്വാദിക്കെ സാത്ത് ദോ ദീമക്കേം ദബാക്കർ വഹ് പക്ഷി ഫുർസെ ഉഡ് ജാത്താ ഹെ. മുഹ് മേം വായയിൽ, ബഡെ സ്വാദിക്കെ സാത്ത് വളരെ സ്വാദോടുകൂടിയുള്ള, വലിയ വലിയ സ്വാദോടുകൂടിയുള്ള, സ്വാദ് ടേസ്റ്റ് തന്നെ. ദോ ദീമകൻ 2 ചെതലുകളെ, ദബാക്കർ കൊത്തിയെടുത്തിട്ട്, വഹ് പക്ഷി ആ പക്ഷി, ഫുർസെ ചിറകിട്ടടിച്ചുകൊണ്ട്, ഉഡ്ജാത്ത പറന്നുപോയി. സന്തോഷമായി താഴേക്കിറങ്ങിയിട്ട് അവന് തൻ്റെ വളരെ വിഷമിച്ചിട്ട്, നമുക്കറിയാം തൂവലൊക്കെ പറിക്കും വിഷമമാണ്, പക്ഷേ സ്വാഭാവികമായിട്ട് കിട്ടുന്ന 2 ചെതലുകളാണ്, അവനെ സംബന്ധിച്ച് വളരെ ടേസ്റ്റ് സംഭവമാണ്. അപ്പോൾ ആ 2 ചെതലുകളെ കൊത്തിയെടുത്തുകൊണ്ട് അവൻ ചിറകിട്ടടിച്ചുകൊണ്ട് ഉഡ്ജാത്താഹെ പറന്നുപോയി. അപ്പം എങ്ങനെയാ പറയാം മക്കളെ? ദോനോം കാ സൗദ തൈ ഹോ ജാത്താഹെ. 2 പേരുടെയും കച്ചവടം തീരുമാനിക്കപ്പെട്ടു. അപ്പനി ചോംചസെ ഏക്ക് പർക്കോ കീച്ചുകർ, തൻ്റെ കൊക്കുകൊണ്ട് ഒരു തൂവൽ കൊത്തിയെടുത്തിട്ട് പൊട്ടിച്ചെറിഞ്ഞിട്ട്, കീഞ്ചിക്കർ തോട് പൊട്ടിച്ച് വലിക്കുക, കീഞ്ചിക്കർ വലിക്കുക, തോട്ടിനാ പൊട്ടിക്കാം, വലിച്ചു പൊട്ടിക്കാൻ. ഉസേ തക്ലീഫ് ഹോത്തി, അവന് പ്രയാസമായിരുന്നു. ലേക്കിൻ എന്നാൽ ഉസേ വഹ് ബർദാഷത്ത് കർലേത്ത, അവനത് സഹിച്ചു. മുഖമേം ബഡെ സ്വാദിക്കെ സാത്ത്, മുഖ് എന്ന് പറഞ്ഞാൽ മുഖമല്ല വായയാണ്, വായയിൽ വളരെയധികം ടേസ്റ്റോടുകൂടിയുള്ള, ദോ ദീമക്കേം ദബാക്കർ 2 ചതിലുകൾ കൊത്തിയെടുത്തിട്ട്, വഹ് പക്ഷി ആ പക്ഷി, ഫുർ സെ ഉഡ് ജാത്ത ചിറകിട്ടടിച്ചുകൊണ്ട് പറന്നുപോയി. ഓക്കെ, പറന്നുപോയി. ഇത് നമുക്ക് അടുത്ത പാരഗ്രാഫ്. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और 1 पर देने में बड़ी आसानी मालूम हुई. वह रोज तीसरे पहर नीचे उतरता और गाड़ी वाले को 1 पंग देकर 2 दीमकें खरीद लेता. अब उस पक्षी को, ഇപ്പോൾ ആ പക്ഷിക്ക്, അങ്ങനെ ഒരു ശീലമായി, കുഴപ്പമില്ല, എന്നും വന്നിട്ട് 2 ഒരു തൂവൽ കൊടുക്കുക, 2 ചതിൽ വാങ്ങിക്കുക, ശീലമായി. അബ് ഉസ് പക്ഷിക്കോ, ഇപ്പോൾ ആ പക്ഷിക്ക്, ഗാഡി വാലേസെ വണ്ടിക്കാരന്, ദോ ദീമകേം ഖരി വണ്ടിക്കാരൻ്റെ വണ്ടിക്കാരനിൽ നിന്ന്, സെ ദോ ദീമകേം ഖരീദിനെ 2 ചതിലുകൾ വാങ്ങാനും, ഖരീദിനെ വാങ്ങുക, 2 ചതിലുകൾ വാങ്ങാനും, ഔർ 1 പർ ദേനേമേം ഒരു തൂവൽ നൽകാനും, ബഡി ആസാനി വളരെയധികം എളുപ്പമായിട്ട്, വലിയ എളുപ്പമായിട്ട്, ബഡി വലിയ, ആസാനി എളുപ്പം, വലിയ എളുപ്പമായിട്ട്, മാലൂം ഹുയി മനസ്സിലാക്കി. വലിയ എളുപ്പമാണെന്ന് എന്ത് മനസ്സിലാക്കി? ഒരു പ്രയാസം, കുറച്ച് വേദന സഹിക്കണം, എന്നാലും 2 ചതിൽ കിട്ടുകയല്ലേ, എളുപ്പമാണെന്ന് മനസ്സിലാക്കി. വഹ് രോസ് അവൻ എന്നും, തീസരേ പഹർ 3-ാം യാമത്തിൽ, 3-ാം യാമം ഒരു സമയം വിചാരിച്ചാൽ മതി, 3-ാം യാമത്തിൽ അവൻ എന്നും 3-ാം യാമത്തിൽ, നീച്ചെ ഉതർത്ത താഴെ ഇറങ്ങുകയും, ഔർ ഗാഡി വാലേക്കോ വണ്ടിക്കാരന്, 1 പങ്ക് ദേക്കർ ഒരു തൂവൽ നൽകിയിട്ട്, ദോ ദീമകേം ഖരീദ് ലേത്ത 2 ചെതലുകൾ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ ദോ 1 പങ്ക് ദോ ദീമക്കേം ദോ എന്നാണ്, ഒരു തൂവലിന് പകരം 2 ചെതലുകൾ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ
നൗജവാൻ പക്ഷിക്ക്, ചെറുപ്പക്കാരനായ പക്ഷിക്ക് ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ ദേഹത്തുള്ള സാധനമല്ലേ, കുടിഞ്ഞു പോണ സാധനമാണ് അല്ലേ. നിങ്ങളിപ്പോൾ ഡെയിലി എന്താ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കിഡ്നിയൊന്നും കൊടുക്കില്ലായിരിക്കില്ല. ആകെ 2 കിഡ്നിയല്ലുള്ളൂ, വേറെ വല്ലതും കൊടുക്കുമോ? ഏതാണ് ഇവിടെ നമ്മുടെ പക്ഷിയെ സംബന്ധിച്ച് വളരെ ഈസിയാണെന്ന് വിചാരിക്കും. പക്ഷെ സംഭവിക്കാൻ നമുക്കറിയാം. ഇങ്ങനെ ഡെയിലി ഓരോ തൂവൽ കൊടുത്താലേ എന്താണ് അവസാനം അത്യാഗ്രഹം, ആപത്ത് എന്ന് പറയുന്നതിൻ്റെ സംഭവം ഉണ്ടല്ലോ. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരിക്കൽ കൂടി മക്കളെ പാരഗ്രാഫ് നോക്കൂ. ഒക്കെ ഇങ്ങനെ റേഞ്ചിലുണ്ടല്ലേ, ഓണിലാണല്ലേ. നിങ്ങളെ ഡൗട്ടുകൾ ചോദിക്കാനുള്ളതാണ് കേട്ടോ. ചോദിച്ചിട്ടില്ല ഒരു കാര്യമായിട്ട്. നോക്കട്ടെ. ദോനോം കാ സൗദ തൈ ഹോ ജാത്താ ഹെ. 2 പേരുടെയും അതല്ല, അടുത്ത പാരഗ്രാഫല്ലേ അബു പറഞ്ഞ പാരഗ്രാഫ്. അബു ഉസ് പക്ഷിക്കോ, ഇപ്പോൾ ആ പക്ഷിക്ക് ഗാഡി വാലേസെ വണ്ടിക്കാരനിൽ നിന്ന് ദോ ദീമകേം ഖരീദിന് 2 ചതിലുകൾ വാങ്ങിക്കാനും അവർ ഏക്ക് പർ ദേനേപം ഒരു തൂവൽ നൽകാനും ബഡി ആസാനി മാലൂം ഹുയി വളരെ എളുപ്പമായിട്ട് തോന്നി. വഹ് രോസ് തീസരെ പർ അവൻ എന്നും 3-ാം യാമത്തിൽ നീച്ചെ ഉതർത്ത അവർ താഴേക്കിറങ്ങുകയും ഗാഡി വാലേക്കോ വണ്ടിക്കാരന് ഏക്ക് പങ്ക് ദേക്കർ ഒരു തൂവൽ നൽകിയിട്ട് ദോ ദീമഖേം ഖരീദിലെത്താം 2 ചതിലുകൾ വാങ്ങിക്കുമായിരുന്നു. ഓക്കെ, റേഞ്ചിലുണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ റേഞ്ചിലുണ്ടോ ചോദിക്കണം. കാരണം ഏകപക്ഷീയമായിട്ട് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുകയാണല്ലോ. ക്ലാസ്സിലാണെങ്കിൽ എത്ര ഉഷാറായിരുന്നു നിങ്ങളല്ലേ. ആ നാളുകളൊക്കെ വൈകാതെ തിരിച്ചു വരും. നമ്മൾ പൊളിക്കും അല്ലേ, പൊളിച്ചടുക്കുന്നല്ലേ. ഓക്കെ. കുച്ച് ദിനോं तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की बेटे दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज़ नहीं दिया जा सकता. कुछ दिनों तक അല്പനാളുകളോളം, ഏതാനും നാളുകളോളം, തക്കെന്ന് പറഞ്ഞാൽ വരെ എന്നൊക്കെ അർത്ഥം, ഏതാനും നാളുകൾ വരെ, ഐസാഹി അപ്രകാരം തന്നെ, ചൽത്താരഹ സംഭവിച്ചു കൊണ്ടിരുന്നു. ഡെയിലി നമ്മളെ പക്ഷി വന്ന് കൊമ്പിലിരിക്കും, ഒരു തൂവൽ കൊടുക്കും, 2 ചതിൽ വാങ്ങും, ഉഷാറായിട്ട് കൊക്കിലൊതുക്കി രുചികരമായി ശാപ്പിട്ട് അത് പറന്നു പോകും അല്ലേ. അപ്പോൾ ഏതാനും നാളുകളോളം ഇപ്രകാരം തന്നെ സംഭവിച്ചു കൊണ്ടിരുന്നു. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. ഏക് ദിൻ ഒരു ദിവസം, ഉസ്കെ പിതാനെ അവൻ്റെ പിതാവ്, ദേഖ് ലിയ കണ്ടു. ഒരു ദിവസം അവൻ്റെ പിതാവ് ഇത് കണ്ടു. ഉസ്നെ സമച്ചാനെ കി കോശിഷ് കി അദ്ദേഹം സമച്ചാനെ മനസ്സിലാക്കിപ്പിക്കാൻ, ധരിപ്പിക്കാൻ, കോശിഷ് പരിശ്രമിച്ചു. എന്ത് പരിശ്രമിച്ചു? കി പരിശ്രമിക്കുകയും ചെയ്തു. കി ഇവിടെ ചെയ്തു, കി എന്തെന്നാൽ ഇടത്തോട്ട്, പരിശ്രമിക്കുകയും ചെയ്തു എന്തെന്നാൽ, ബേട്ടെ മോനെ, ദീമകേം ഹമാരെ സ്വാഭാവിക് ആഹാർ നഹീം ഹെ. മോനെ, ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. എങ്ങനെ പറയാ? ഔർ ഉൻകേലിയ അതിനു വേണ്ടി അപ്പനെ പങ്ക് തൻ്റെ തൂവൽ, ഹരിഗസ് ഒരിക്കലും നഹീം ദിയേ ജാ സക്തേ കൊടുത്തു പോകരുത്. മോനെ, ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമൊന്നുമല്ല. എൻ്റെ കുട്ടി അതിന് വേണ്ടിയിട്ട് നിന്റെ തൂവൽ ഒരിക്കലും കൊടുക്കരുത്. അത് നിന്റെ ജീവൻ അപകടത്തിലാക്കും എന്ന് നമ്മുടെ ഡാഡി ബേർഡ്, ഡാഡി ഓഫ് ദ ബേർഡ് അല്ലേ. ഞാനിങ്ങനെ ഏകപക്ഷീയുടെ തള്ളലൊക്കെ പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പോൾ ഡാഡി ബേർഡ് പറഞ്ഞു. ഡാഡി ബേർഡ് പറഞ്ഞാൽ പിന്നെ ബേട്ട ബേർഡ് കേൾക്കുമോ? ഡാഡി നമ്മുടെ പിതാപക്ഷി പറഞ്ഞാൽ നമ്മുടെ ചോട്ടാ പക്ഷി കേൾക്കൂലല്ലോ. ഇത് ശരിയല്ല. അതിന് മാത്രം സ്വാഭാവിക ആഹാരമല്ല. നമ്മുടെ ആഹാരം വെറും പ്രാണികളൊക്കെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്വാഭാവിക ആഹാരം ഉണ്ടല്ലോ അല്ലേ. നമുക്ക് തൈരും ചോറും സാമ്പാറൊക്കെ ആയിരുന്നു, ഇപ്പം നമുക്ക് പറ്റില്ലല്ലോ. ഓക്കെ, ഏതായാലും പറഞ്ഞു, മോനെ, ചിതലുകൾ നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല. അതിനുവേണ്ടി ദിവസവും ഓരോ തൂവലുകൾ ഒരിക്കലും കൊടുക്കരുത് എന്ന് നമ്മുടെ പിതാ പക്ഷി
തന്തപ്പക്ഷി അല്ലേ, അങ്ങനെ പറയുമ്പോൾ കുറച്ചതാണ്. അപ്പോൾ നമുക്ക് ഡാഡി ബേർഡ് എന്ന് പറഞ്ഞാൽ മതി. ഡാഡി ബേർഡ് നമ്മുടെ ബേട്ടാ ബേർഡിനോട് പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞു? ഒരിക്കലും നോക്കൂ. കുछ दिनों तक ऐसा ही चलता रहा. ഏതാനും നാളുകൾ അപ്രകാരം സംഭവിച്ചു പോയി. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ. ഒരു ദിവസം അവൻ്റെ പിതാവ് ഇത് കണ്ടു. ഉസ്നെ സമച്ചാനെ കി കോശിഷ് കി. അയാൾ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. എന്തെന്നാൽ ബേട്ടെ മോനെ, ദീമകേം ഹമാര സ്വാഭാവിക ആഹാർ നഹീം ഹെ. ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. അവർ ഉൻകേലിയും അതിനു വേണ്ടി അപ്പനെ പങ്കുത്തോ നമ്മുടെ തൂവലുകൾ ഹരിഗിസ് ഒരിക്കലും നഹീം ദിയെ ജാസക്ത ഒരിക്കലും കൊടുക്കരുത് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ മക്കളെ. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് से अपने मुंह दूसरी ओर कर लिया. उसने जमीन पर उतरकर दीमगेम खाने का चट लग गई थी. अब उसे न तो दूसरे कीड़ अच्छे लगते न फल न अनाज के दाने. दीमगोम का शौक अब उस पर हावी हो गया था. ഇനി നോക്കൂ. ലേക്കിൻ എന്നാൽ ഉസ് നൗജവാൻ പക്ഷീനെ ആ ചെറുപ്പക്കാരൻ പക്ഷി ബഡേഹി ഗർവുസെ വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ, ഗർവ് അഹങ്കാരം അർത്ഥം വയ്ക്കുക, വളരെയധികം അഹങ്കാരത്തോടെ അപ്പനാമുഖം തൻ്റെ മുഖം അല്ലെങ്കിൽ വായ തൻ്റെ മോന്ത ദൂസരി ഓർക്കർലിയ വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു. ഇവിടെ വാന്ന് പറഞ്ഞാൽ വലിയ ഒരു പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തവർ പറയുമ്പോൾ നമ്മൾ മുഖം തിരിക്കൂലേ? നിങ്ങൾ മുഖം തിരിക്കാറൊന്നുമില്ല. നിങ്ങൾ വളരെ നല്ല ബഹുത്ത് അച്ഛ സ്റ്റുഡൻറ്റ് ഹേ അല്ലേ, ബഹുത്ത് അച്ഛ ഛാത്ര. പക്ഷേ പൊതുവെ അങ്ങനെ ഉണ്ടല്ലോ, ഇഷ്ടപ്പെടാത്ത കാര്യം പറയുമ്പോൾ മുഖം തിരിക്കൽ. അത് സംഭവിച്ചുകൂടെ. അവന് ആ ചെറുപ്പക്കാരനായ പക്ഷി വളരെ അഹങ്കാരത്തോടെ തൻ്റെ മുഖം അല്ലെങ്കിൽ വായ വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു. ഉസെ അവന് ജമീൻ പർ ഉദർക്കർ അവന് നിലത്ത് ഇറങ്ങിയിട്ട് ദീമകേം ഖാനേക്ക് ചെതലുകൾ തിന്നുന്നത് ചട് ലഗുകൈ ഇഷ്ടം തോന്നി, വളരെ ഇഷ്ടം തോന്നി. ചട് ഇഷ്ടം, ലഗുകൈ തോന്നി. നിലത്തിറങ്ങിയിട്ട് അവന് ചീതൽ തിന്നുന്നത് വളരെ ഇഷ്ടം തോന്നി. അബ് ഉസേ നത്തോ ദൂസരെ കീട് അച്ഛേ ലഗ്തെ. അബ് ഇപ്പോൾ ഉസേ അവന് നത്തോ ദൂസരെ കീട് അച്ഛേ ലഗ്തെ അവനിപ്പോൾ മറ്റു പ്രാണികളെ അച്ഛേ ലഗ്തെ ഇഷ്ടമല്ല. ഉണ്ടോ ന ഫൽ ന അനാജ് കേ ധാനെ. നമ്മുടെ ഇംഗ്ലീഷിൽ നൈദർ നോർ രണ്ടും ഇല്ല എന്ന് പറയുമല്ലോ, ആ സംഭവം പോലെ പറയണം. അവനിപ്പോൾ മറ്റു പ്രാണികൾ ഇഷ്ടമില്ല, നഫൽ പഴങ്ങൾ ഇഷ്ടമില്ല, ന അനാജ് കേ ധാന്. അനാജ് കേ ധാന് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ. എന്നും ബിരിയാണി കഴിച്ചവർക്ക്, എന്നും ഫ്രൈഡ് റൈസ് കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ട് സാധാ ചോറ് പറ്റാത്തതുപോലെ ഈ ചെതൽ തിന്നിട്ട് നമ്മുടെ ഈ ചെറുപ്പക്കാരൻ പക്ഷിക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല. അവനിപ്പോൾ പഴങ്ങൾ ഇഷ്ടമില്ല, മറ്റ് പ്രാണികൾ ഇഷ്ടമില്ല, ധാന്യം ഇഷ്ടമില്ല. ദീമകോം കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ ഥാ. ചിതലുകളോടുള്ള ഇഷ്ടം അവനിപ്പോൾ ഹാവി അവന് കീഴടക്കി. ചിതലിന് അവനൊരു അഡിക്റ്റായിട്ട് മാറി എന്നർത്ഥം. ചിതലുകളോട് ഇഷ്ടം ഇപ്പോൾ അവനിൽ കീഴടക്കി. ഹാവി ഹോ ഗയാ ഥാ അവനെ കീഴടക്കി. ഇപ്പം എങ്ങനെയാ പറയുക പാരഗ്രാഫ്? ലേക്കിൻ എന്നാൽ ഉസ് നൗജവാൻ പക്ഷീനെ ആ ചെറുപ്പക്കാരനായ പക്ഷി ബഡേഹി ഗർവ്സെ വളരെ അഹങ്കാരത്തോടെ അപ്പനാമുഖ് തൻ്റെ മുഖം ദൂസരി ഔർ കർലിയ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു. ഉസേ ജമീൻ പർ ഉദർക്കർ ദീമകേം ഖാനേക്ക് ചട് ലഗുകയും അവന് നിലത്തിറങ്ങി ചീതൽ തിന്നാൻ ഇഷ്ടം തോന്നി. അബ് ഉസേ നത്തോ ദൂസരെ കീട് അച്ഛേ ലഗ്തേ ന ഫൽ ന അനാജ് കേ ദാനെ. ഇപ്പോൾ അവന് മറ്റു പ്രാണികളെ ഇഷ്ടമില്ല, പഴങ്ങൾ ഇഷ്ടമില്ല, ധാന്യങ്ങൾ ഇഷ്ടമില്ല. ദീമകോം കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ ഥാ. ചിതലുകളോടുള്ള ഇഷ്ടം ഇപ്പോൾ അവനെ കീഴടക്കി കഴിഞ്ഞു. ശരിക്കും വായിക്കേട്ടോ. ഓക്കെ.